വെൽക്കം ബാക്ക് ടു അക്കാദമിക് പൾസ്. ഞാൻ അതിഥി. ഇന്നു മുതൽ CM കിഡ്സ് സ്കോളർഷിപ്പ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5ാം ക്ലാസ്സിലെ BSലെ രണ്ടാം ചാപ്റ്ററായ വ്യാധികൾ പടരാതിരിക്കാൻ എന്നതിലെ ചോദ്യങ്ങളുമായാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെ എന്താണ് വിളിക്കുന്നത്? രോഗകാരികൾ. കോളറ രോഗത്തിന് കാരണമാകുന്നത് എന്ത്? ബാക്ടീരിയ. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത്? അനോഫിലസ്. ക്ഷയരോഗം പ്രധാനമായും പകരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെ. പോളിയോ തടയാൻ നൽകുന്ന വാക്സിൻ ഏത്? OPV. ക്ഷയരോഗത്തിന് എതിരായ വാക്സിൻ ഏത്? BCG. ടൈഫോയിഡ് സാധാരണയായി പകരുന്നത് എങ്ങനെയാണ്? മലിനജലത്തിലൂടെ. മലേറിയയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? പ്രോട്ടോസോവ. ലോകാരോഗ്യ സംഘടനയുടെ ചുരുക്കപ്പേരെന്താണ്? WHO. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്ര? 7.35. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K. ഇവയിൽ ഏതാണ് രാത്രിയിൽ രക്തം പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നത്? മന്ത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം? നിശാന്തത. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗം? എലിപ്പനി. പയർ ചെടിയെ ബാധിക്കുന്ന രോഗം ഏത്? മൊസൈക്ക് രോഗം. കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? മൈക്രോബാക്ടീരിയം ലെപ്രെ. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന കൊതുക് ഏത്? ഈഡീസ് ഈജിപ്തി പെൺകൊതുക്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? H5N1. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? HIV വൈറസ്. രോഗം പടർത്താൻ സഹായിക്കുന്ന ജീവികളെ എന്താണ് വിളിക്കുന്നത്? രോഗവാഹകർ. ഇനി നിങ്ങൾക്കായ ഒരു ചോദ്യമാണ്. ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യണമേ. ക്ഷയരോഗികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം? കൂടുതൽ ചോദ്യങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലടിക്കണമേ. താങ്ക് യു ഫോർ വാച്ചിങ്.